വളരെ വ്യത്യസ്തമായ ഒരു പ്രസവ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡെലിവറി പെയിൻ പേടിയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും എന്താ പറയുക ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതിയെ. എന്റെ ഫസ്റ്റ് ബേബിന്റെ ഡെലിവറി പെയിൻ എനിക്ക് വരുന്നത് ഒരു സൺഡേ രാവിലെയാണ്. അപ്പൊ തൊട്ട് എന്റെ റോൾ മോഡൽ മറ്റേ അരി കുത്തിയപ്പോൾ പ്രസവിച്ച വല്യമ്മ സലീം കുമാറിന്റെ ഒരു സ്വഭാവമാണ് എനിക്ക് കേട്ടോ. സലീം കുമാർ പ്രസവിച്ചിട്ടില്ലാലും. അപ്പൊ എനിക്ക് ലോവർ ബാക്ക് പെയിൻ, ഛർദ്ദിക്കാൻ വരില്ല, ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് പിറ്റേ ദിവസം ഒരു പേഷ്യന്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ 5 മണിക്ക് ഡെലിവറി പെയിൻ തുടങ്ങിയിട്ടും ഞാൻ വിചാരിച്ചു എന്റെ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോഴാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുന്നത്. അവിടെ എത്തി എന്നെ വീൽ ചെയർ കയറ്റുമ്പോൾ ഞാൻ പറയും മക്കളെ ചേച്ചിനെ തട്ടാതെ മുട്ടാതെ ഒക്കെ വെക്കണം, എല്ലാവരും വഴിമാറിക്കുക. അതാ ഞാൻ പറയും ഈ സലീം കുമാറിന്റെ വളിപ്പല്ല കേട്ടോ, പുള്ളിയുടെ തമാശ പോലത്തെ. ഞാൻ പറയുമ്പോൾ വളിപ്പായി പോകും, എല്ലാവരും വഴിമാറിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്റെ സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറയാറുണ്ട്. പിന്നെ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. ഡെലിവറി റൂമിന്റെ അകത്ത് കയറുമ്പോൾ നമുക്കറിയാം വേദനയുണ്ട്. നമ്മൾ കരയുമ്പോൾ ഞാനിങ്ങനെ അയ്യോ അങ്ങനെ കരഞ്ഞാൽ എനിക്ക് ശരിയാവില്ല, അയ്യോ ഇതെന്തൊരു വേദനയാണ്, ഇങ്ങനെയൊക്കെ കരയുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം. പിന്നെ ഞാൻ ചോദിക്കാം ഇന്റേൺസിന്റെ അടുത്ത് മക്കളെ ചായ കുടിക്കാൻ പോകണം, അല്ല PGസിന്റെ അടുത്ത് മോനെ ചുമ്മാ അവിടെ ഇരിക്കാതെ ചേച്ചിയുടെ വൈറ്റൽസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അങ്ങനെ സംസാരിച്ചെടുക്കുമ്പോൾ ഞാൻ ഓക്കെ ആവും. പിന്നെ സിസ്റ്റേഴ്സ് പറയല്ലോ കോൺട്രാക്ഷൻ ഉള്ളപ്പോൾ മാത്രം പുഷ് ചെയ്യുക, ആവശ്യമില്ലാതെ കരഞ്ഞ് എനർജി കളയരുത്, കന്യാമരത്തിന് ഓർത്ത് പ്രാർത്ഥിക്കലൊക്കെ സിസ്റ്റർ എന്നോട് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് അനുസരിക്കുവേ. രണ്ടാമത്തെ ഡെലിവറി വന്നപ്പോഴും പെയിൻ വന്നപ്പോഴും രാവിലെ 5 മണിക്ക് വന്നു. എന്റെ കുട്ടി ഞാൻ എടുത്ത് അവളെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത്. പിന്നെ ആദ്യത്തെ അത്രയും ഒരു വളരെയധികം ഞാൻ വിഷമിച്ചതാണ് രണ്ടാമത്തെ ഡെലിവറിക്ക്. എന്റെ മൂത്ത കുട്ടീനെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അത് മാത്രമേ ഉള്ളൂ വ്യത്യസ്തം. പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റിക് ആയിരുന്നു ഞാൻ, അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ആയിരുന്നു. എങ്കിൽ പോലും ഇപ്പൊ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസ് വരാറുണ്ടല്ലോ, അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, ഡെലിവറി ഇത് കാണിക്കുന്നു. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി പേടി വരും. സത്യം പറയാം ഞാൻ എന്ത് ചിന്തിച്ചോണ്ടാ പോകുന്നതെന്നറിയാം. എന്റെ വിചാരം ജെഫി നിനക്കിതൊക്കെ ഒന്നുമല്ല, നിനക്കിതൊക്കെ പുഷ്പം പോലെ നീ പ്രസവിച്ചിട്ട് വരില്ലേ, നീ എന്തിനു പേടിക്കണം. അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് അപ്പൊ എക്സാം എഴുതണം, രണ്ടാമത്തെ ഡെലിവറി സമയത്ത് എനിക്ക് മൂത്ത കുട്ടീന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകണം. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കാറില്ല. ഇതൊക്കെ ജെഫിക്ക് നിസ്സാരല്ലേ. അപ്പൊ എനിക്കും അതാണ് പറയാനുള്ളത്. ഒന്നും പേടിക്കാനല്ല, പുഷ്പം പോലെ പ്രസവിച്ചിട്ട് വരാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്കിപ്പ് ചെയ്ത് വിടുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് പേടി വരുന്നതാണെന്ന് തോന്നുവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും മെസ്സേജ് വരാറുണ്ട് പോസ്റ്റ് പാർട്ടത്തെ പറ്റി പറയാന്ന് വെച്ചാൽ. അങ്ങനെ ഞാൻ പറയുന്നില്ല, ഞാൻ ആദ്യം തൊട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്തതിൽ എന്റെ നോർമൽ ഡെലിവറി വിത്ത് എപ്പിഡ്യൂറിലായിരുന്നോ വിത്തൗട്ട് എപ്പിഡ്യൂറിലാണോ, എന്തുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു, C-സെക്ഷൻ ആയിരുന്നോ, അതിനെ പറ്റിയിട്ടൊക്കെ പറയാമേ. അപ്പൊ ശരി, ആരെങ്കിലും പ്രസവിക്കാനുണ്ട് ഒന്നും പേടിക്കാനല്ല, അടിപൊളിയായിട്ട് പോയി പ്രസവിച്ചിട്ടാ.